തീർച്ചയായിട്ടും ഉമ്മാന്റെ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആഷിഖ് വീട്ടിൽ പോയാൽ ആഷിനെ സ്വീകരിക്കും. ഉമ്മാക്ക് നല്ലൊരു മര്യാദ തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവും. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതിനെ പറയും നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു. എൻ്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ്? ഇപ്പം വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരട്ടെ. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിന് വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇവൻ പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഇപ്പം ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇതാണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ പെട്ടിയിൽ എന്താ ഉള്ളത് കേട്ടോ? 3-6 വീട്ടിൽ അഴുക്ക് ഡ്രസ്സ്. രാത്രി 12-1 മണിക്കൊക്കെ കയറി വരിക. അങ്ങനെ ഫോൺ നോക്കി കിടന്ന് അങ്ങനെ ഉറങ്ങും. ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇവൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. നീ അവിടുന്ന് ഉമ്മ തന്നാൽ ഒന്നും കഴിക്കരുത്, നിനക്കതിന് മരുന്നിട്ട് തരും. അവനെ ഇക്കാന്ന് വിളിക്കും, മുമ്പ് മോളിസ്റ്റേന്ന് വിളിക്കും. ഞാൻ ഇവനെക്കാട്ടി മൂത്തതാണ്. 35-36 വയസ്സായി. 29 വയസ്സ്. ഫസ്റ്റ് വന്നപ്പോൾ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. പൂജ ഹിന്ദുക്കളുടെ ആചാരത്തിൽ അമ്പലത്തിൽ പോയിട്ട് ചെയ്തു. സാത്തനെ കൂടി വെക്കുക. ഒരു ഇറുപ്പത്ത് കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും. അവൻ ചെയ്തിട്ടില്ല, നല്ല പൂജ ചെയ്തു തന്നെ. അതാണ് അവൻ അതിൽ പെട്ടി കിടക്കുന്നത്. ഈ ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെയാ ഉമ്മ എങ്ങനെ അറിയുന്നത്? ഒരിക്കൽ അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു. ഭയങ്കര പേടിയാണ് ജാസിന്. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു പറഞ്ഞ അവൻ ഈക്കൂല. വിടില്ലടി, നീ ആരടി ചോദിക്കാൻ? അവനെ ഞാൻ വിടൂലടി. അവനിക്ക് പറയാൻ മാനക്കെടില്ലല്ലോ ജാസിക്ക്. എന്തൊക്കെ പറയുന്നത്? ഒരു പെട്ട തള്ള കേൾക്കുന്ന വർത്താനം പറയണത്. നാലും തെറി പറയുന്നത് വെറും അവനെ പറയണത്. അങ്ങനെ ചിട്ട് വിളിക്കും. ഞാൻ ആഷിക്കിന് ഫോൺ വിളിച്ച് അവനെ ഫോൺ എടുക്കുക. ആ ഫോണിന്റെ മോനിക്ക് കൊടുക്കണം. നിന്നെ ആരാണ് വിളിച്ചത്? ഈ ഫഹദ് ഒരു ബൈസെക്ഷൽ ആണ് അല്ലെങ്കിൽ ഒരു ഫഹദ് അങ്ങനത്താനല്ല. ഫഹദിന്റെ നാട്ടിൽ പോയ അന്വേഷിക്കും. അത് നല്ലൊരു മനുഷ്യനാണ്. അവനൊക്കെ സംസാരിക്കുക ഡീസന്റ് ആണ്. ഉപയോഗിക്കുന്നതാണെന്നല്ലോ ഉണ്ടെന്നൊക്കെ പറയണത്. നമുക്കറിയില്ല റംസ് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് പോകണമെന്നും ഉണ്ടായിരുന്നു. എനിക്കൊരു കല്യാണം വീട്ടിൽ പോയ ആഷിക്കിന്റെ അമ്മ ആഷിക്ക് എന്താ അങ്ങനെ എല്ലാവരും അത് ചോദിക്കണവരുള്ളൂ. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എന്റെ മയ്യത്ത് കൊടുക്കണം. ഇപ്പൊ ഇല്ലാത്ത ബന്ധപ്പ് വേണ്ട.